ടൊവിനോയുടെ കസിൻ ആണല്ലോ നിവിൻ പോളി. എന്റെ കസിന്റെ കസിനാണ്. അത്ര ഡിസ്റ്റന്റ് അല്ല, പക്ഷെ എന്റെ കസിന്റെ ഓക്കെ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും മീറ്റ് ചെയ്യുമ്പോൾ ഇതിനെ കുറിച്ച്, അതായത് സിനിമയെ കുറിച്ച് കുറെ ചർച്ച ചെയ്യാറുണ്ടോ? അത് നിവിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ട്? നിവിൻ ഭയങ്കര ഒരു സ്റ്റാറാണ്. ടൊവിനോ വരുന്നതിന്റെ മുമ്പ് തന്നെ ഭയങ്കര ഒരു സ്റ്റാർ വാല്യൂ ഉണ്ടായിരുന്ന ഒരു നടനാണ്. സോ ഹാസ് ഹി ഗിവൻ യു എന്തെങ്കിലും ഒരു അഡ്വൈസ് ഇതിലേക്ക് വരികയാണ്? പരമാവധി ഭയങ്കരമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള സിനിമ ഡിസ്കഷനേക്കാളും നമ്മളെന്തെങ്കിലും വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. കുറെ കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ. സിനിമ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു വളരെ കുറവാണ്. നീരജ് ലാലേട്ടൻ്റെ ഒപ്പം ദൃശ്യത്തിൽ ആക്ട് ചെയ്തു. ലാലേട്ടൻ്റെ ഒപ്പം ആക്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു നടനുമില്ല. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയും. അത് വളരെ തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ ഞാൻ മെമ്മറീസ് എന്ന് പറഞ്ഞ പടത്തിൽ ആണ് ജിത്തു ചേട്ടൻ്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. അതിപ്പോൾ അതായത് പറഞ്ഞ 2 സീൻ റിവേഷൻ. അതിൽ ഡയലോഗ് ഒരു സീൻ കഴിഞ്ഞപ്പം അടുത്ത സീനിലേക്ക് ഒരു ഡയലോഗ് ആഡ് ചെയ്ത് തന്നു. ഓ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തെങ്കിലും പ്രതീക്ഷയുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ അടുത്ത പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. പിന്നെ എനിക്ക് കിട്ടുന്ന കോൾ എന്ന് പറയുന്നത് ആശീർവാദ് പ്രൊഡക്ഷൻസിന്റെ മോഹൻലാൽ പ്രൊജക്റ്റിലേക്ക് ഒരു 18 ദിവസത്തെ ഡേറ്റ് ആണ്. ഞാൻ പറഞ്ഞു 18ഓ? ലാലേട്ടൻ്റെ കൂടെ ആദ്യമായിട്ട് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ എന്നാലും പറഞ്ഞാൽ തീരില്ല. ലാലേട്ടൻ്റെ കൂടെ ആദ്യമായിട്ട് ഉള്ളൊരു കൂടിക്കാഴ്ച സീനിൻ്റെ തൊട്ട് മുന്നെയാണ്. ഞാൻ പറയാം സാർ ഞാനിങ്ങനെ ഇന്ന ക്യാരക്ടർ ചെയ്യുന്നതാണ്. മോനെ അറിയാം, എനിക്കറിയാം. എങ്ങനെ അറിയാം? അസോസിയേറ്റ് പറഞ്ഞു, ശൈലക്സ് പറഞ്ഞു, നമ്മളെ പറ്റിയൊക്കെ ചോദിച്ചു. പിന്നെ നമ്മുടെ അടുത്ത് തമാശ പറയുന്നു, എന്താ പറയാ, നമുക്ക് ഇക്കിളിയാക്കുന്നു. ഞാൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. നമ്മൾ ഇത്രയോ ചെറുപ്പം മുതൽ കണ്ടു വളർന്ന ഒരു ഇമേജ് ഇങ്ങനെ ഇത്രയും നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മളെ അടുത്ത് തമാശ പറയുന്നു, നമുക്ക് സജഷൻസ് തരുന്നു. മോൻ്റെ മുഖം കാണണമെങ്കിൽ മോൻ്റെ ലൈറ്റ് ഇവിടെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു സജഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു. പിന്നെ അങ്ങോട്ട് പൊളിയായിരുന്നു. എനിക്ക് മറക്കാൻ പറ്റാത്ത കുറേ ദിവസങ്ങളായിരുന്നു. അതിനുശേഷം ലാലേട്ടൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എത്ര വർഷങ്ങൾക്ക് ശേഷം കണ്ടു കഴിഞ്ഞാലും ആ കാര്യങ്ങളൊക്കെ, അതായത് പീപ്പിൾ ഹു ഡോണ്ട് ഈവൻ മാറ്റർ, അതായത് നമ്മളങ്ങനെ പ്രത്യേകിച്ച് പ്രസക്തരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അല്ലാതെ ആണെങ്കിൽ പോലും അതൊക്കെ ഓർത്തിരിക്കുകയും അത് നമ്മളെ അടുത്ത് പറയുകയും റീകളക്ട് ചെയ്യും. അത് ഇപ്പോഴും എനിക്ക് ലാലേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് എനിക്ക് ആ മറ്റേ ഒരു മിനിറ്റ് എടുക്കും ഒന്ന് ആ ഫാൻ ബോയ് മൊമെന്റ് ഒന്ന് അതിജീവിക്കും. അപ്പൊ ഈ ഒരു മൊമെന്റിൽ ലൈക്ക് ഈ ഒരു ഫാൻ ബോയ് അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് ഫാൻ ഗേൾ മൊമെന്റ് അങ്ങനെ അല്ലേ? ആ ഒരു മൊമെന്റിൽ നീരജിന് തോന്നിയല്ലോ ലൈക്ക് എൻ്റെ ഈ ഒരു കരിയറാണ് എനിക്ക് ആ ഒരു ഭാഗ്യം തന്നത്. ആ ഒരു മൊമെന്റിൽ ആരോടാണ് ശരിക്കും മനസ്സ് നിറഞ്ഞൊരു ഗ്രാറ്റിറ്റ്യൂഡ് തോന്നിയത്? ആരോടാണ്? ലൈക്ക് അല്ലെങ്കിൽ അതോ സ്വന്തം ഡെസിഷനോട് തന്നെയാണോ എനിക്ക് നന്നായി ഞാൻ ഈ കരിയർ ചൂസ് ചെയ്ത്, അല്ലെങ്കിൽ വാസ് ദെയർ സംവൺ ടു ലൈക്ക് പ്രോത്സാഹനമായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ എപ്പോഴും ഇതിനു വേണ്ടി മോട്ടിവേറ്റ്? ഓഡീഷന് ആദ്യത്തെ സിനിമയ്ക്ക് തള്ളിവിട്ടത് അമ്മയാണ്. അത് വൺ തിങ്. പിന്നെ ഈ പടത്തിലോട്ട് എത്താൻ കാരണമായത് ജീവൻ എന്ന് പറയുന്ന അസോസിയേറ്റ് ആണ്. അദ്ദേഹം മെമ്മറീസ് ത്രൂ ആണല്ലോ ഇതിലോട്ട് വന്നത്. അപ്പം ഞാൻ ദൃശ്യത്തിലേക്കുള്ള ഡിസിഷൻ ജിത്തു ചേട്ടൻ്റെ തന്നെയായിരുന്നു. വേറെ ആരും, പുള്ളി തന്നെ ഇതിനകത്ത് നിന്ന് പിക്ക് ചെയ്തെടുത്താണ് പുതിയൊരാളെന്ന്.